അമ്പലപ്പുഴയിൽ തനിക്ക് ബി.ജെ.പിയുടെ വോട്ട് ലഭിക്കുമെന്ന് ജി സുധാകരൻ. ബി.ജെ.പിയുമായി താൻ ധാരണയിലാണെന്നും സുധാകരൻ പറഞ്ഞു. പുന്നപ്രയിൽ അമ്പലപ്പുഴ UDF സ്ഥാനാർത്ഥിയുടെ കൺവെൻഷനിലാണ് ജി സുധാകരൻ പരസ്യമായി ഇക്കാര്യം പറഞ്ഞത്. നമുക്ക് ഏതാണ്ട് 90,000 വോട്ട് കിട്ടും. കോൺഗ്രസിന് 50,000 വോട്ട്. അതൊന്നും പറയാതെ നിങ്ങൾ നോക്കിക്കോണം. ബി.ജെ.പിയിൽ നിന്ന് ഒരു 5,000 കുറയാതെ വരും. അത് ഉറപ്പായിട്ട് വരും. കാരണം അവരാരും RSS ഐഡിയോളജിക്കാരല്ല. അത് വേറെ ചില ചിന്താഗതികളൊക്കെ കൊടുക്കുന്നതാണ്. ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, ഈ നല്ലത് ചീഞ്ഞാൽ ഭയങ്കര ദുർഗന്ധമായിരിക്കും എന്ന് പറയാറുണ്ട്. ഇതിപ്പോ ജി സുധാകരന്റെ കാര്യത്തിൽ അതാണ് സംഭവിക്കുന്നത്. എത്രമാത്രം ദുർഗന്ധമാണ് അദ്ദേഹം പേറുന്നത്. ബി.ജെ.പിയുമായി താൻ ധാരണയിലെത്തിയിട്ടുണ്ട്, കോൺഗ്രസിന്റെ വേദിയിൽ നിന്ന് പറയുകയാണ് ഷാജഹാൻ. തീർച്ചയായിട്ടും ഷമ്മി, നമുക്കറിയാം അമ്പലപ്പുഴയിൽ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നതെന്നാണ് അദ്ദേഹം സ്വയമേ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFിൻ്റെ പിന്തുണയോടുകൂടിയായിട്ടാണ് ജി സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിക്കുന്നത്. കോൺഗ്രസിന് മറ്റ് സ്ഥാനാർത്ഥികളില്ല. ഇന്ന് നടന്ന കൺവെൻഷൻ KC വേണുഗോപാൽ, AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലാണ് ഉദ്ഘാടനം ചെയ്തത്. KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്ത വേദിയിൽ വെച്ചാണ് BJPയുമായിട്ടുള്ള ഡീല് ജി സുധാകരൻ തുറന്നു പറയുന്നത്. ഇപ്പോൾ വാർത്തകളിലൊക്കെ തന്നെ ഉയർന്നു വരുന്ന കാര്യങ്ങൾ വ്യക്തമാക്കുന്നതാണ് ജി സുധാകരൻ്റെ ഈ തുറന്നു പറച്ചിൽ. അതോടൊപ്പം തന്നെ തൻ്റെ വീടും പരിസരവും നിൽക്കുന്നത് ഒരു BJP വാർഡാണ്. അവിടെ ഭരിക്കുന്നത് BJPയാണ്. അവിടുത്തെ മുഴുവൻ ആളുകളും തനിക്ക് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ BJPയുടെ വോട്ട് മൊത്തം തനിക്ക് ലഭിക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുവാണ്. അതിന് കൃത്യമായ കണക്കുകളോടുകൂടിയാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ തന്നെ ഈ വോട്ടുകളൊക്കെ വന്ന് ചേരുമ്പോൾ താൻ ഒരു 50,000 വോട്ടിന് വിജയിക്കും എന്നും അദ്ദേഹം ഇന്ന് അവിടെ കണക്കുകൾ കൂട്ടിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിച്ചു. എന്തായാലും നമുക്ക് എന്ത് പറയേണ്ടത്, ഈ കോൺഗ്രസിൻ്റെ വേദിയിൽ നിന്നാണ് ജി സുധാകരൻ സംസാരിക്കുന്നത്. തൻ്റെ സ്വന്തം സഹോദരൻ ഭുവനേശ്വരനെ കൊലപ്പെടുത്തിയത് കോൺഗ്രസ്സുകാരാണ്, KSUക്കാരാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ച മുൻപ് വരെ അതുതന്നെയായിരുന്നു ജി സുധാകരൻ പറഞ്ഞിരുന്നത്. പക്ഷേ അതിനുശേഷം നായർ ഗുണ്ടകൾ എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. നായർ ഗുണ്ടകളാണ് തൻ്റെ അനുജനെ കൊലപ്പെടുത്തിയത്. ആ നായരുടെ വോട്ടുകൾ തനിക്ക് കിട്ടും. കാര്യം അവിടെ നിൽക്കുന്ന BJP സ്ഥാനാർത്ഥി എന്ന് വെച്ചാൽ ഒരു ഈഴവനാണ്. അപ്പോൾ നായന്മാരൊരിക്കലും ഈഴവ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യത്തില്ല. അത് BJP ആണെങ്കിലും ചെയ്യില്ല. അതുകൊണ്ട് ആ വോട്ടുകൾ മുഴുവൻ നായരായിട്ടുള്ള തനിക്ക് കിട്ടും. പച്ചയ്ക്ക് ജാതി പറഞ്ഞുകൊണ്ടാണ് ജി സുധാകരൻ അല്പം മുമ്പ് കോൺഗ്രസിൻ്റെ വേദിയിൽ വെച്ച് തൻ്റെ തിരഞ്ഞെടുപ്പിന് ശേഷം തനിക്ക് എങ്ങനെ വോട്ട് ലഭിക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയത്. ശരിക്കും കമ്മ്യൂണിസ്റ്റിൽ നിന്ന് പോയ ഒരു നേതാവാണോ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് നമുക്ക് സംശയം തോന്നിയേക്കാം. കാര്യം അത്ര വലിയ ഒരു നേതാവായിട്ട് ഏതാണ്ട് കഴിഞ്ഞ 2 ആഴ്ച മുൻപ് വരെ ആദർശ ധീരനും ആദർശ ശുദ്ധിയുള്ള ഒരു നേതാവായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ഒരാഴ്ച അതിന് ജനങ്ങൾ അങ്ങോട്ട് മനസ്സിൽ നിന്ന് മറക്കുന്നതിന് മുൻപ് തന്നെ പച്ചയ്ക്ക് ജാതി പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ BJPയുമായി ധാരണ ഉണ്ടാക്കിക്കൊണ്ട് അത് കോൺഗ്രസിൻ്റെയൊക്കെ പിന്തുണയോടുകൂടി തന്നെ ആയിരിക്കാം. അല്ലാതെ ഒരുപക്ഷെ അദ്ദേഹം ഈ വേദിയിൽ വെച്ച് ഇങ്ങനെ തുറന്നു പറയാൻ തയ്യാറാകില്ല. നമുക്കറിയാം കോൺഗ്രസും BJPയും തമ്മിലുള്ളൊരു ധാരണ അത് അമ്പലപ്പുഴയിൽ തുറന്നു കാട്ടപ്പെടുകയാണ് ജി സുധാകരൻ്റെ ഈ പ്രസ്താവനയിലൂടെ. തീർച്ചയായും ഷാജഹാൻ, ജി സുധാകരൻ എന്ന കാപട്യം എന്ന വ്യക്തിത്വം ജനങ്ങൾക്ക് മുന്നിൽ തുറന്ന് കാട്ടപ്പെടുകയാണ്. തീർച്ചയായും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ നിന്ന് CPIMൽ നിന്ന് പുറത്തു പോകേണ്ടിയിരുന്ന ആണ് താനെന്ന് വളരെ വ്യക്തമായി തന്നെ സ്ഥാപിക്കുകയാണ് ജി സുധാകരൻ. ജാതിയും മതവും പറഞ്ഞ് ഇപ്പോൾ വോട്ട് തേടുന്നു. BJPയുടെ വോട്ട് തേടാൻ പോലും അദ്ദേഹത്തിന് ഒരു മടിയുമില്ല. താൻ അവരുമായി ധാരണയിലെത്തിയെന്ന് പറയാനും അദ്ദേഹം തയ്യാറാകുന്നുണ്ട്. ഷാജഹാനാണ് വിശദാംശങ്ങൾ നൽകിയത്.